ഓം ശാന്തി 8/2/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, സദാ ഓർമ്മയിൽ വയ്ക്കൂ, നാം ബ്രാഹ്മണർ കുടുമിയാണ്, പുരുഷോത്തമരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ സന്തോഷത്തിലിരിക്കാം. സ്വയത്തോട് സംസാരിക്കാൻ പഠിക്കൂ, എങ്കിൽ അപാര സന്തോഷം ഉണ്ടായിരിക്കും. ചോദ്യം: ബാബയുടെ ശരണത്തിലേക്ക് ആർക്കാണ് വരാൻ സാധിക്കുക? ബാബ ആർക്കാണ് ശരണം കൊടുക്കുന്നത്? ഉത്തരം: ആരാണോ പൂർണമായും നഷ്ടമോഹ ആയിട്ടുള്ളത് അവർക്കാണ് ബാബയുടെ ശരണത്തിലേക്ക് വരാൻ സാധിക്കുന്നത്. അവരുടെ ബുദ്ധിയോഗം എല്ലാ ഭാഗത്തു നിന്നും മുറിഞ്ഞിരിക്കും. മിത്രസംബന്ധികളിൽ ബുദ്ധി കുടുങ്ങില്ല. ബുദ്ധിയിലുണ്ടായിരിക്കും ഒരു ബാബയല്ലാതെ ആരുമില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്കേ സേവനം ചെയ്യാൻ സാധിക്കൂ. ബാബയും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് തന്നെയാണ് അഭയം നൽകുന്നത്. ഓം ശാന്തി. ഇതാണ് ആത്മീയ അച്ഛൻ, ടീച്ചർ, ഗുരു. ഇത് കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ലോകം ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നില്ല. സന്യാസിമാർ പറയാറുണ്ട് ശിവോഹം എന്ന്. എന്നാലും ഇങ്ങനെ പറയാൻ കഴിയില്ല, ഞങ്ങൾ തന്നെയാണ് അച്ഛനും ടീച്ചറും ഗുരുവും എന്ന്. അവർ വെറുതെ പറയുന്നതാണ് ശിവോഹം തതത്വം എന്ന്. പരമാത്മ സർവവ്യാപി ആയാൽ ഓരോരുത്തരും അച്ഛനും ടീച്ചറും ഗുരുവും ആകും. ഇങ്ങനെ ആരും ചിന്തിക്കുന്നതേയില്ല. മനുഷ്യർ സ്വയത്തെ ഭഗവാൻ, പരമാത്മാ എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റ് തന്നെയാണ്. കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തരുന്നത് ബുദ്ധിയിൽ ഉണ്ടാകണമല്ലോ. മറ്റുള്ള പഠിപ്പിൽ എത്ര വിഷയങ്ങളാണ് ഉള്ളത്? എല്ലാ വിഷയങ്ങളും വിദ്യാർത്ഥിയുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കില്ല. ഇവിടെ എന്ത് ബാബ പഠിപ്പിക്കുന്നുവോ അത് ഒരു സെക്കൻഡിൽ കുട്ടികളുടെ ബുദ്ധിയിൽ വരുന്നു. നിങ്ങൾ രചയിതാവിന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെയും ജ്ഞാനം കേൾപ്പിക്കുന്നവരാണ്. നിങ്ങൾ തന്നെയാണ് ത്രികാലദർശി അല്ലെങ്കിൽ സ്വദർശന ചക്രധാരിയായി മാറുന്നത്. മറ്റുള്ള പഠിപ്പ് തികച്ചും വ്യത്യസ്തമായ ഭൗതിക പഠിപ്പ് ആണ്. നിങ്ങൾ തെളിവോടെ മനസ്സിലാക്കി കൊടുക്കണം. സർവരുടെയും സദ്ഗതി ദാതാവ് ആ ഒരേ ഒരു അച്ഛനാണ്. എല്ലാ ആത്മാക്കളും പരമാത്മാവിനെ ഓർമ്മിക്കുന്നു, പറയാറുണ്ട് അല്ലയോ ഗോഡ് ഫാദർ എന്ന്. അപ്പോൾ തീർച്ചയായും ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിച്ചിട്ടുണ്ടാകും. ലൗകിക സമ്പത്ത് നഷ്ടപ്പെടുന്നതിലൂടെ ദുഃഖമുണ്ടാകും. ഇത് സുഖദുഃഖത്തിന്റെ കളിയാണ്. ഈ സമയം എല്ലാവരും പതീതരും ദുഃഖിതരും ആണ്. പവിത്രമായി മാറുന്നതിലൂടെ സുഖം ലഭിക്കുന്നു. സുഖത്തിന്റെ ലോകം ബാബ സ്ഥാപിക്കുന്നു. കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, നമുക്ക് ബാബ മനസ്സിലാക്കി തരികയാണ്. ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബാബ തന്നെയാണ് തരുന്നത്. മറ്റെല്ലാ ധർമ്മങ്ങളുടെയും സ്ഥാപകർ അവരെല്ലാം തങ്ങളുടെ സമയത്ത് വരും. ഈ കാര്യങ്ങളൊന്നും ആരുടെയും ബുദ്ധിയിൽ ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ബാബ ഈ പഠിപ്പ് തികച്ചും സഹജമാക്കി തന്നു. കേവലം അല്പം വിസ്താരത്തിൽ മനസ്സിലാക്കി തരുന്നു. അച്ഛനായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറും. യോഗത്തിന് മഹിമ കൂടുതലാണ്. ഭാരതത്തിന്റെ പ്രാചീന യോഗമെന്ന് മഹിമ പാടുന്നുണ്ട്. പക്ഷെ യോഗം കൊണ്ട് എന്ത് ലാഭം എന്ന് ആർക്കും അറിയില്ല. ഇതാണ് ഗീതയിലെ ഭഗവാൻ പഠിപ്പിക്കുന്ന അതേ യോഗം. ബാക്കി ആരെല്ലാം പഠിപ്പിക്കുന്നുവോ അവർ മനുഷ്യരാണ്. ദേവതമാരിൽ യോഗത്തിന്റെ കാര്യമേ ഇല്ല. ഈ ഹഠയോഗമെല്ലാം മനുഷ്യരാണ് പഠിപ്പിക്കുന്നത്. ദേവതകൾ പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. ദൈവിക ലോകത്തിൽ യോഗത്തിന്റെ കാര്യമേ ഇല്ല. യോഗത്തിലൂടെ എല്ലാവരും പാവനമായി മാറുന്നു.
അത് തീർച്ചയായും ഇവിടെയാണ് ആകുന്നത്. ബാബ വരുന്നത് തന്നെ സംഗമത്തിൽ പുതിയ ലോകം തയ്യാറാക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുന്നതും അത്ഭുതമാണ്. നമ്മൾ ബ്രാഹ്മണർ കുടുമിയാണ്. സത്യയുഗത്തിന്റെയും കലിയുഗത്തിന്റെയും ഇടയിലുള്ളവരാണ് ബ്രാഹ്മണർ. ഇതാണ് സംഗമം എന്ന് പറയുന്നത്. ഇതിലൂടെ നിങ്ങൾ പുരുഷോത്തമരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. പുരുഷോത്തമരായി മാറിയാൽ സദാ സന്തോഷമുണ്ടായിരിക്കും. എത്ര സേവനം ചെയ്യുന്നോ അത്രയും സന്തോഷം ഉണ്ടാകും. സമ്പാദിക്കണം, സമ്പാദിപ്പിക്കണം. എത്ര പ്രദർശനിയുടെ സേവനം ചെയ്യുന്നുവോ കേൾക്കുന്നവർക്കും അത്രയും സുഖം ഉണ്ടായിരിക്കും. തന്റെയും മറ്റുള്ളവരുടെയും നന്മ നടക്കും. ചെറിയ സെന്ററിലും മുഖ്യമായ 5-6 ചിത്രങ്ങൾ വേണം. ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ സഹജമാണ്. മുഴുവൻ ദിവസവും സേവനം തന്നെ സേവനം. ബന്ധുമിത്രാദികളോട് മോഹം പാടില്ല. എന്തെല്ലാം കണ്ണുകളിലൂടെ കാണുന്നുവോ അതെല്ലാം നശിക്കാനുള്ളതാണ്. ബാക്കി ദിവ്യദൃഷ്ടിയിലൂടെ കാണാം. അതിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്വയത്തോട് സംസാരിക്കൂ. എങ്കിൽ നിങ്ങൾ ഉറച്ചവരാകും. പരിധിയില്ലാത്ത ബാബയെ കിട്ടിയ സന്തോഷം ഉണ്ടാകണം. ഏതെങ്കിലും രാജാവിനോടൊപ്പം ജന്മം എടുക്കുകയാണെങ്കിൽ എത്ര ലഹരി ഉണ്ടാകണം. നിങ്ങൾ കുട്ടികൾ സ്വർഗത്തിന്റെ അധികാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും തനിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുകയാണ്, കാമചിതയിലിരുന്ന് നിങ്ങൾ കറുത്തുപോയി. ഇപ്പോൾ ജ്ഞാനചിതയിൽ ഇരിക്കൂ. എങ്കിൽ വെളുത്തതായി മാറും. ബുദ്ധിയിൽ ഈ ചിന്തനം നടക്കണം. ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. സമയമില്ല എന്ന ഒഴിവുകഴിവ് പാടില്ല. എത്ര സമയം ലഭിക്കുന്നോ അത്രയും ആത്മീയ സമ്പാദ്യം ഉണ്ടാക്കൂ. എത്ര വലിയ സമ്പാദ്യമാണ്. ആരോഗ്യവും സമ്പത്തും രണ്ടും ഒരുമിച്ച് ലഭിക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്ന് ജ്ഞാനയോഗത്തിൽ അകത്തുള്ളവരെക്കാളും വേഗത്തിൽ പോകാൻ സാധിക്കും. എല്ലാത്തിന്റെയും ആധാരം ഓർമ്മയാണ്. എല്ലാവരും ഇവിടെ ഇരുന്നാൽ സേവനം എങ്ങനെ നടക്കും? ഉന്മേഷം നിറച്ച് സേവനത്തിൽ മുഴുകണം. സേവനത്തിന്റെയും ചിന്തനം വേണം. ബാബയ്ക്ക് പ്രദർശനിയിലൊന്നും പോവാൻ സാധിക്കില്ല. കാരണം ബാബയുടെയും ദാദയുടെയും ആത്മാക്കൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ഇത് അത്ഭുതകരമായ ജോഡിയാണ്. ഈ ജോഡിയെക്കുറിച്ച് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. സ്വയത്തെ ജോഡിയാണെന്നും മനസ്സിലാക്കും. പിന്നെ ഞാൻ ഒരേയൊരു ബാബയുടെ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടിയാണ് എന്നും പറയും. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെ കണ്ട് വളരെ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത ജന്മം ഇതാണ്. ഞങ്ങൾ തീർച്ചയായും സിംഹാസനത്തിൽ ഇരിക്കും. നിങ്ങളും രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം മുന്നിൽ തന്നെ ഉണ്ട്. ബ്രഹ്മബാബയ്ക്ക് വളരെ സന്തോഷമാണ് ഞാൻ ബാബയുടെ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടിയാണ് എന്ന്. എന്നിട്ടും ബാബയുടെ ഓർമ്മ സദാ നിലനിൽക്കുന്നില്ല. മറ്റുള്ളതിലേക്ക് ചിന്തകൾ പോവുന്നു. പൂർണമായും ഓർമ്മിക്കുക, മറ്റുള്ള ചിന്ത വരാതിരിക്കുക. ഡ്രാമയിൽ ഇങ്ങനെയുള്ള നിയമം ഇല്ല. മായയുടെ കൊടുങ്കാറ്റ് ഓർമ്മിക്കാൻ അനുവദിക്കില്ല. അറിയാം, എനിക്ക് വളരെ സഹജമാണ്. കാരണം ബാബ പ്രവേശിക്കുന്നത് കൊണ്ട്. ബാബയുടെ നമ്പർ 1 കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടിയാണ്. ആദ്യ നമ്പർ രാജവ് കുമാരനാകും. എന്നിട്ടും ഓർമ്മ നിലനിൽക്കുന്നില്ല. പലതരം ചിന്തകൾ വരുന്നു. ഇതും മായയാണ്. സാകാര ബാബയ്ക്കും അനുഭവം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുക. ഈ ചിന്തകളെല്ലാം അവസാനിക്കുമ്പോഴാണ് കർമാതീതമാവുക.
ആത്മാവ് സമ്പൂർണമായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ശരീരത്തിൽ ഇരിക്കില്ല. ശിവബാബ സദാ പവിത്രമാണ്. പതിതമായ ലോകത്തിൽ പതിതമായ ശരീരത്തിലേക്ക് വന്ന് പാവനമാക്കി മാറ്റാനുള്ള പാർട്ട് ബാബയുടേതാണ്. ഡ്രാമയിൽ ബന്ധിതനാണ്. നിങ്ങൾ പാവനമായി മാറിക്കഴിഞ്ഞാൽ പുതിയ ശരീരം വേണം. ശിവബാബയ്ക്ക് തന്റേതായ ശരീരം ഇല്ല. ഈ ശരീരത്തിലെ ഈ ആത്മാവിന് മഹത്വമുണ്ട്. ബാബയ്ക്ക് പിന്നെ എന്താണുള്ളത്? ശിവബാബ മുരളി പറഞ്ഞു കഴിഞ്ഞാൽ പോവുന്നു, ഫ്രീയാണ്. ചിലപ്പോൾ ഒരിടത്ത്, ചിലപ്പോൾ മറ്റൊരിടത്ത് പോകുന്നു. കുട്ടികൾക്കും അനുഭവപ്പെടാറുണ്ട്. ശിവബാബ മുരളി കേൾപ്പിക്കുന്നു. കുട്ടികൾക്കും അറിയാം ഈ ശിവബാബ മുരളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാബയെ സഹായിക്കുന്നതിനു വേണ്ടി ഈശ്വരീയ സേവനത്തിലാണ് എന്നും കുട്ടികൾക്കറിയാം. ബാബ പറയുന്നു, ഞാനും എന്റെ മധുരമായ വീട് ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. പരംധാമം അർത്ഥം ഏറ്റവും ഉപരിയായ ലോകം, മൂലവതനം. ബാക്കി മുഴുവൻ നാടകവും സൃഷ്ടിയിലാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം ഇത് അത്ഭുതമായ കളിയാണ്. ബാക്കി ലോകം ഒന്നേ ഉള്ളൂ. ലോകത്തിലുള്ളവർ ചന്ദ്രനിൽ പോകാൻ ശ്രമിക്കുന്നു. ഇത് സയൻസിന്റെ ബലമാണ്. ശാന്തിയുടെ ശക്തിയിലൂടെ നാം എപ്പോൾ സയൻസിന്റെ മേൽ വിജയം പ്രാപ്തമാക്കുന്നുവോ അപ്പോൾ സയൻസും സുഖം തരുന്നതായി മാറുന്നു. ഇവിടെ സയൻസ് സുഖവും തരുന്നുണ്ട്, ദുഃഖവും തരുന്നുണ്ട്. അവിടെ സുഖം മാത്രം, ദുഃഖത്തിന്റെ പേര് തന്നെ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ബാബയ്ക്ക് എത്ര ചിന്തകൾ ഉണ്ടായിരിക്കും. ബന്ധനസ്ഥരായ സ്ത്രീകൾ വികാരത്തിന് വേണ്ടി എത്ര അടി വാങ്ങിക്കുന്നു. ചിലർ മോഹത്തിൽപ്പെട്ട് കുടുങ്ങിപ്പോവുന്നു. നിശ്ചയബുദ്ധിയുള്ളവർ പറയും, ഞങ്ങൾക്ക് അമൃത് കുടിക്കണം. ഇതിൽ നഷ്ടമോഹയായി മാറണം. പഴയ ലോകത്തിൽ നിന്ന് മനസ്സ് മാറണം. അങ്ങനെ തന്നെയാണ് സേവന തൽപരർക്ക് ബാബയുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയുക. അവർക്കാണ് അഭയം ലഭിക്കുക. കുമാരി തന്റെ പതിയെ അഭയം പ്രാപിച്ചാൽ പിന്നെ വിഷമില്ലാതെ ഇരിക്കുന്നില്ല. വീണ്ടും ബാബയുടെ അഭയത്തിലേക്ക് വരേണ്ടി വരുന്നു. പക്ഷെ പൂർണമായും നഷ്ടമോഹയായി മാറണം. പതിമാരുടെയും പതി പരമേശ്വരനെ ലഭിച്ചു. ഇപ്പോൾ ബാബയുമായി ബുദ്ധിയോഗം ബന്ധിപ്പിക്കണം. എന്റേതായി ഒരു ബാബ മാത്രം, രണ്ടാമതായി ആരുമില്ല. എങ്ങനെയാണോ കുമാരിക്ക് പതിയോട് ഇഷ്ടം തോന്നുന്നത്, അതുപോലെ ഇത് ആത്മാക്കൾക്ക് പരമാത്മാവിനോടുള്ള ഇഷ്ടമാണ്. ലൗകികത്തിൽ നിന്ന് ദുഃഖം ലഭിക്കുന്നു, ബാബയിൽ നിന്ന് സുഖം ലഭിക്കുന്നു. ഇതാണ് സംഗമം. ഈ യുഗം ആരും അറിയുന്നില്ല. നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കണം. നമുക്ക് തോണിക്കാരനെ അല്ലെങ്കിൽ തോട്ടക്കാരനെ ലഭിച്ചിരിക്കുകയാണ്. ബാബ നമ്മളെ പൂക്കളുടെ പൂന്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ സമയം എല്ലാ മനുഷ്യരും മുള്ളുകൾ പോലെ ആയിരിക്കുന്നു. ഏറ്റവും വലിയ മുള്ള് കാമവികാരത്തിന്റേതാണ്. ആദ്യം നിങ്ങൾ നിർവികാരികളായ പൂക്കളായിരുന്നു. പതുക്കെ പതുക്കെ കലകൾ കുറഞ്ഞ് ഇപ്പോൾ വലിയ മുള്ളുകളായി മാറി. ബാബയെ ബബൂൽനാഥ് എന്നും പറയും. നിങ്ങൾക്കറിയാം ശരിയായ പേര് ശിവൻ എന്നാണ്. ബബൂൽനാഥ് എന്ന പേര് മുള്ളുകളെ പൂക്കളാക്കുന്നത് കൊണ്ട് ആണ്. ഭക്തിമാർഗത്തിൽ വളരെയധികം പേര് വെക്കുന്നു. ശരിയായ പേര് ഒന്നു മാത്രമാണ്, ശിവൻ. രുദ്രജ്ഞാനയജ്ഞവും ശിവജ്ഞാനയജ്ഞവും ഒന്നാണ്. രുദ്രജ്ഞാനയജ്ഞത്തിലൂടെ വിനാശജ്വാല ഉണ്ടായി. പിന്നെ ശ്രീകൃഷ്ണപുരി അല്ലെങ്കിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുന്നു. നിങ്ങൾ ഈ യജ്ഞത്തിലൂടെ മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറുന്നു. ചിത്രവും അത്ഭുതമായത് ഉണ്ടാക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി.
ഈ കാര്യം നിങ്ങൾക്കറിയാം. അതായത് ബ്രഹ്മ സരസ്വതിയാണ് ലക്ഷ്മി നാരായണനായി മാറുന്നത് എന്ന്. ഇത് ഉറപ്പാണ്. ലക്ഷ്മി നാരായണൻ തന്നെയാണ് 84 ജന്മത്തിനു ശേഷം ബ്രഹ്മ സരസ്വതിയായി മാറുന്നത്. മനുഷ്യർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും, സന്തോഷത്തോടെ വരും. പക്ഷെ മായ ചെറുതൊന്നുമല്ല. കാമം മഹാശത്രുവാണ്. മായ നാമരൂപത്തിൽ കുരുക്കി വീഴ്ത്തും. ബാബയെ ഓർമ്മിക്കാൻ അനുവദിക്കില്ല. പിന്നീട് സന്തോഷവും കുറയും. ഞങ്ങൾ വളരെയധികം പേർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നതിൽ സന്തോഷിക്കരുത്. ആദ്യം നോക്കണം ബാബയെ എത്ര ഓർമ്മിക്കുന്നു എന്ന്. രാത്രിയിൽ ബാബയെ ഓർമ്മിച്ച് ഉറങ്ങുന്നുണ്ടോ അതോ മറക്കുന്നുണ്ടോ? ചില കുട്ടികൾ വളരെ ഉറപ്പുള്ളവരാണ്. നിങ്ങൾ വളരെ ഭാഗ്യശാലികളാണ്. ബാബയ്ക്ക് മേൽ വളരെ ഉത്തരവാദിത്വമുണ്ട്. എന്നാലും രഥമായതുകൊണ്ട് ഇളവ് ലഭിക്കുന്നുണ്ട്. ജ്ഞാനയോഗം ഇല്ലാതെ എങ്ങനെ ലക്ഷ്മി നാരായണനായി മാറും? സന്തോഷവുമുണ്ട്. ഞാൻ നേരിട്ട് ബാബയുടെ കുട്ടിയാണ്. പിന്നെ എന്നിലൂടെ ഇത്രയും കുട്ടികൾ. ഈ ലഹരി ഉണ്ടായിരിക്കുമ്പോഴും മായ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്കും മായ വിഘ്നമായിട്ട് വരുന്നുണ്ട്. കർമാതീത അവസ്ഥ മുന്നോട്ടു പോകുമ്പോൾ ഉണ്ടാകും. ബാബ് ദാദ രണ്ടുപേരും ഒപ്പമാണ്. പറയുന്നില്ലേ മധുരമധുരമായ കുട്ടികളെ എന്ന്. ബാബ സ്നേഹസാഗരനാണ്. രണ്ടുപേരും ഒപ്പമാണ്. ബ്രഹ്മബാബയും സ്നേഹിക്കുന്നുണ്ട്. ബാബയ്ക്കറിയാം ഞാൻ എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അത് കണ്ട് മറ്റുള്ളവരും ചെയ്യും. വളരെ മധുരമുള്ളവരാകണം. കുട്ടികൾ വളരെ സമർത്ഥരാകണം. ഈ ലക്ഷ്മി നാരായണനെ നോക്കൂ, എത്ര സമർത്ഥരാണ്. ബുദ്ധി സാമർഥ്യത്തിലൂടെയാണ് രാജ്യം നേടിയത്. പ്രദർശനിയിലൂടെ വളരെ പ്രജകളെ തയ്യാറാക്കണം. ഭാരതം വളരെ വലുതാണ്. ഇത്രയും സേവനം ചെയ്യണം. രണ്ടാമത്തേത് ഓർമ്മയിലിരുന്ന് വികർമ്മം വിനാശവും ചെയ്യണം. കടുത്ത ചിന്ത ഇതാണ്, ഞങ്ങൾക്ക് തമോ പ്രധാനതയിൽ നിന്ന് എങ്ങനെ സതോ പ്രധാനമായി മാറാം എന്ന്. ഇതാണ് പരിശ്രമം. സേവനത്തിന് അവസരം വളരെയധികം ഉണ്ട്. ട്രെയിനിൽ ബാഡ്ജിലൂടെ സേവനം ചെയ്യാൻ സാധിക്കും. ബാബയും സമ്പത്തും. 5000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു. ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. വീണ്ടും ഇവരുടെ രാജ്യം വരണം. നമ്മൾ ബാബയുടെ ഓർമ്മയിലൂടെ പാവനമായ ലോകത്തിന്റെ അധികാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ വളരെയധികം സേവനം നടക്കും. ഒരു കമ്പാർട്ട്മെന്റിൽ സേവനം ചെയ്ത് അടുത്തതിലേക്ക് പോകണം. ഇങ്ങനെ സേവനം ചെയ്യുന്നവരാണ് ബാബയുടെ ഹൃദയത്തിൽ കയറുക. പറയൂ, ഞങ്ങൾ താങ്കൾക്ക് സന്തോഷ വാർത്ത കേൾപ്പിക്കാം. നിങ്ങൾ ആരാധ്യ ദേവതകളായിരുന്നു. പിന്നീട് 84 ജന്മങ്ങളെടുത്ത് ആരാധകരായി മാറി. ഇപ്പോൾ വീണ്ടും ആരാധ്യരായി മാറണം. പടികളുടെ ചിത്രം വളരെ നല്ലതാണ്. ഇതിലൂടെ സതോ രജോ തമോ ഇത് തെളിയിക്കണം. സ്കൂളിൽ അവസാന സമയത്ത് കുതിപ്പ് നടത്തി പാഠഭാഗങ്ങൾ പൂർത്തിയാക്കാൻ താൽപര്യമുണ്ടാകും. ഇവിടെയും മനസ്സിലാക്കി തരുന്നു, ആര് സമയം പാഴാക്കിയോ അവർക്ക് കുതിപ്പ് നടത്തി സേവനത്തിൽ ഏർപ്പെടണം. സേവനത്തിന് അവസരം ധാരാളമുണ്ട്. സേവാധാരികളായ പെൺകുട്ടികൾ വളരെ തയ്യാറാകണം. ബാബ അവരെ എവിടെ വേണമെങ്കിലും പറഞ്ഞയക്കും. ക്ഷേത്രങ്ങളിൽ സേവനം നല്ലതായിരിക്കും. ദേവതാധർമ്മത്തിലുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കും. ഗംഗാസ്നാന സമയത്തും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഹൃദയത്തിൽ തീർച്ചയായും തട്ടും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം.
ഒന്ന്, സദാ സന്തോഷത്തിൽ കഴിയുന്നതിനു വേണ്ടി ആത്മീയ സേവനം ചെയ്യണം. സത്യമായ സമ്പാദ്യം ചെയ്യണം, ചെയ്യിപ്പിക്കണം. തന്റെയും മറ്റുള്ളവരുടെയും നന്മ ചെയ്യണം. ട്രെയിനിലും ബാഡ്ജിലൂടെ സേവനം ചെയ്യണം. 2, പഴയ ലോകത്തിൽ നിന്ന് മനസ്സ് മാറ്റണം. നഷ്ടമോഹയായി മാറണം. ഒരു ബാബയോട് സത്യമായ പ്രീതി വെക്കണം. വരദാനം: സംഗമയുഗത്തിന്റെ മഹത്വത്തെ അറിഞ്ഞ് ഓരോ സമയത്തും വിശേഷ ശ്രദ്ധ നൽകുന്ന ഹീറോ പാർട്ടധാരിയായി ഭവിക്കൂ. ഓരോ കർമ്മം ചെയ്തുകൊണ്ടും സദാ ഈ വരദാനം സ്മൃതിയിലുണ്ടായിരിക്കണം. ഞാൻ ഹീറോ പാർട്ടധാരിയാണ്. അപ്പോൾ ഓരോ കർമ്മവും വിശേഷമാകും. ഓരോ സെക്കൻഡും, ഓരോ സമയവും, ഓരോ സങ്കല്പവും ശ്രേഷ്ഠമാകും. 5 മിനിറ്റല്ലേ സാധാരണമായുള്ളൂ. ഇങ്ങനെ ചിന്തിക്കരുത്. സംഗമയുഗത്തിന്റെ 5 മിനിറ്റും വളരെ മഹത്വമുള്ളതാണ്. 5 മിനിറ്റ് 5 വർഷത്തെക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഓരോ സമയവും ഇത്രയും ശ്രദ്ധ ഉണ്ടായിരിക്കണം. സദാകാലത്തെ രാജ്യഭാഗ്യം പ്രാപ്തമാക്കണമെങ്കിൽ ശ്രദ്ധയും സദാകാലത്തേതായിരിക്കണം. സ്ലോഗൻ: ആരുടെ സങ്കല്പത്തിലാണോ ദൃഢതയുടെ ശക്തിയുള്ളത് അവർക്ക് എല്ലാ കാര്യവും സംഭവ്യമാണ്. ഓം ശാന്തി.